السلام عليكم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. സ്നേഹനിധികളായ മുഅ്മിനീങ്ങളെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ ഈ സയ്യിദിയ മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. കമന്റ് ബോക്സിലായിട്ടും വാട്സപ്പിലായിട്ടും നേരിട്ട് വിളിച്ച് ദുആ വസിയത്തിൽ അറിയിച്ചവര്, ശനിയാഴ്ചയും തിങ്കളാഴ്ചയും എന്നെ സമീപിക്കുന്നവര്, നേരിൽ കണ്ട് ദുആ വസിയത്തുകൾ അറിയിച്ചവര്, അർഹമുർ റഹീമീനായ അല്ലാഹ് അവരെ സകലമായ ചെറുതും വലുതുമായ എല്ലാ മുറാദുകളും നീ ഹസിലാക്കണേ അല്ലാഹ്. അവരുടെ ഉദ്ദേശങ്ങൾ നീ പൂർണ്ണീച്ചു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ മജ്ലിസിനെ സ്നേഹിക്കുന്നവര്, മജ്ലിസ് സ്ഥിരമായി പങ്കെടുക്കുന്നവര്, ഈ മജ്ലിസിനെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവര്, ഈ മജ്ലിസിന്റെ ഖാദിമീങ്ങൾ, ഈ മജ്ലിസിന്റെ മുഹിബ്ബീങ്ങൾ, അല്ലാഹു നീ തളർത്തല്ലേ അല്ലാഹ്, നീ കൊയക്കല്ലേ അല്ലാഹ്. ഒരു മജ്ലിസ് കണ്ടില്ലെങ്കിൽ തങ്ങളെ എന്തായിരുന്നു പ്രയാസമെന്ന് വിളിച്ചു ചോദിക്കുന്നവർ, അല്ലാഹുവേ നീ കൊയക്കല്ലേ അല്ലാഹ്, നീ തളർത്തല്ലേ അല്ലാഹ്, നീ തളർത്തല്ലേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്ലിസ് ദിക്റിന്റെ ദുആഇന്റെ, ശവ്വാൽ മാസത്തിലെ ദിക്റിന്റെ ദുആഇന്റെ മജ്ലിസിലാണ് എൻ്റെ മുഅ്മിനീങ്ങളെ ഞാൻ ഒരുമിച്ചിട്ടുള്ളത്. പവിത്രമാക്കപ്പെട്ട സമയം, പ്രഭാത നമസ്കാരം കഴിഞ്ഞ് ഈ ഇരുത്തം അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലുന്ന ദിക്റിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്, ഇസ്തിഗ്ഫാറിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്, സ്വലാത്തിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ദുആക്ക് വലിയ ഇജാബത്ത് നൽകണേ അല്ലാഹ്, ഉത്തരം നൽകണേ അല്ലാഹ്. ധാരാളം ആളുകളാണ് നമ്മളെ മജ്ലിസിൽ സ്ഥിരമായി പങ്കെടുക്കുന്നവർ. അല്ലാഹുവേ മുറാദിനെ ഹസ്നാക്കണേ അല്ലാഹ്. എന്ത് മുറാദ് വെച്ചിട്ടാണോ മജ്ലിസിൽ ഇരിക്കുന്നത്, മുറാദിനെ ഹസ്നാക്കണേ അല്ലാഹ്, ഹസ്നാക്കണേ അല്ലാഹ്. അത്രയും പവർഫുൾ ആയിട്ടുള്ള ദിക്റുകളാണ് നമ്മൾ ചൊല്ലുന്നത്. വലിയതായിട്ടുള്ള ദിക്റ്, വലിയ ഉത്തരം കിട്ടുന്ന ദിക്റാണ് എന്നും നമ്മൾ ചൊല്ലുന്നത്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ധാരാളം ആളുകൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്. ഒരിക്കലും ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഒരിക്കലും മുറിഞ്ഞു പോകരുത്. അല്ലാഹുവിന്റെ റഹ്മത്ത് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്കൊരിക്കലും അല്ലാഹുവിന്റെ റഹ്മത്തിൽ ഒരിക്കലും ആശ നിങ്ങൾക്ക് മുറിയാൻ പാടില്ല. ഞാൻ കുറേ ആയല്ലോ മജ്ലിസിൽ ഇരിക്കുന്നത്, ചിന്തിച്ചു പോവാണ്. ഏത് മജ്ലിസിലാണെങ്കിലും ഞാൻ കുറേ ആയല്ലോ ദിക്റുകൾ ചൊല്ലുന്നത്, ദുആകളിലൊക്കെ ഞാൻ പങ്കെടുക്കുന്നത്, എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ലല്ലോ. ഒരിക്കലും അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് ഒരിക്കലും ആശയ്ക്ക് മുറിയാൻ പാടില്ല നിങ്ങളെ. അതൊരിക്കലും ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് അങ്ങനെ ഒരു ചിന്ത വന്നു പോകരുത്, അങ്ങനെ ഒരു ആശയം വന്നു പോകാൻ പാടില്ല. അതല്ലേ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ സൂറത്തു സുമറിലെ 53-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറഞ്ഞത്, ലാ തഖ്നതു ബിറഹ്മത്തില്ലാ. ഒരിക്കലും അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് ഒരിക്കലും നമ്മൾ മുറിഞ്ഞു പോകാൻ പാടില്ല, നമ്മൾ പിന്തിരിയാൻ പാടില്ല. നിങ്ങളെ അടുത്ത ക്ലാസ് ഇൻഷാ അല്ലാഹ് അതാണ്. അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങൾ ഒരിക്കലും നിങ്ങൾ ദൃഢനിശ്ചയത്തോടുകൂടി, നിങ്ങൾ ആത്മധൈര്യത്തോടുകൂടി ഇൻഷാ അല്ലാഹ് ചൊല്ലുന്ന ദിക്റുകൾ ആത്മാർത്ഥതയോടുകൂടി, എത്രയോ ആളുകൾക്കാണ് നമ്മളെ മജ്ലിസിൽ ഇരുന്നു കൊണ്ട് അവരെ മുറാദ് അവരെ ഹസനാക്കി. അല്ലാഹുവിനെ സ്വീകരിക്കണേ അല്ലാഹ്. ഇത് മറ്റുള്ളവരിലേക്ക്, നിങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യാം. ഇൻഷാ അല്ലാഹ് അവരെ മുറാദിനെ ഹസിലാക്കി കൊടുക്കണം അല്ലാഹ്. ഇതിന്റെ ഖാദിമീങ്ങളുണ്ട്, ഇതുപോലെ ഞാൻ പറഞ്ഞതുപോലെ ഷെയർ ചെയ്യാൻ ഇരിക്കുന്ന ഇതിന്റെ ഖാദിമീങ്ങളുണ്ട്, ധാരാളം ഖാദിമീങ്ങൾ. വിളിച്ചു പറയുന്നവര്, തങ്ങളെ ഞാൻ മജ്ലിസ് കാണുന്നവരാണ്,
ഞാൻ മജ്ലിസ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന ഒരു സഹോദരിയാണ്. ഞങ്ങളെ ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. അവർക്ക് വേണ്ടിയാണ് ദുആ. അല്ലാഹു നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ ഖബൂലാക്കണേ അല്ലാഹ്, നീ ഖബൂലാക്കണേ അല്ലാഹ്. ഇന്നത്തെ ദിവസത്തിൽ മജ്ലിസ്, കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ എഴുതി അറിയിച്ചവര്, മുറാദുകൾ എഴുതി അറിയിച്ചവർ, അവർക്കുള്ള മജ്ലിസാണ്. ധാരാളം അവർക്കുള്ള ദുആ ആണ്. ധാരാളം ആളുകളാണ് മുറാദുകൾ എഴുതി അറിയിക്കുന്നത്. അല്ലാഹുവേ അവരെ മുറാദിനെ ഹാസിലാക്കണം അല്ലാഹ്, അവരുടെ ഉദ്ദേശങ്ങളെ നീ പരിപൂർണ നിലക്ക് നീ സ്വീകരിക്കണം അല്ലാഹ്, നീ ഹാസിലാക്കി കൊടുക്കണം അല്ലാഹ്, നീ ഹാസിലാക്കി കൊടുക്കണം അല്ലാഹ്. ഞങ്ങൾ ചൊല്ലുന്ന ദിക്ർ നീ സ്വീകരിക്കണം അല്ലാഹ്, നീ സ്വീകരിക്കണം. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി ദിക്ർ ചൊല്ലുക. ഹബീബായ തങ്ങളുടെ പേരിൽ വിളിക്കുന്ന ഫാത്തിഹയിൽ പങ്കെടുക്കുക. അവിടുത്തെ ഔലിയാക്കൾ അവരാണല്ലോ നമുക്ക് നമ്മളെ മാർഗദർശികൾ, അവരാണ് മുഅ്മിനീങ്ങൾ. നമുക്കെല്ലാം അവരാണ് നമുക്ക് വേണ്ടത്. മഹാന്മാരായ ഔലിയാക്കള്, അവരെ ഹളറത്തിലേക്ക് ഫാത്തിഹ വിളിക്കാം. ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി ഫാത്തിഹ വിളിക്കുക. ദിക്റിൽ പങ്കെടുക്കുക. ധാരാളമായിട്ട് ദിക്ർ ചൊല്ലുക. കുറച്ച് ദിക്റുള്ളെങ്കിലും ആത്മാർത്ഥമായി, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ 1000 ദിക്ർ ചൊല്ലിയാലും ഒരു 10 ദിക്റാണ് നമ്മൾ ആത്മാർത്ഥമായി ചൊല്ലുന്നതെങ്കിൽ 1000 ദിക്റിനേക്കാളും പ്രതിഫലം ഈ 10 ദിക്റുകൾ ആത്മാർത്ഥമായി ചൊല്ലുന്നതാണ്. മുഅ്മിനീങ്ങളെ, ഇഖ്ലാസ് വേണം. ഇഖ്ലാസിന്റെ അളവ് എത്ര കണ്ടാണോ അല്ലാഹു നമുക്ക് അത്രയും ഉത്തരം അല്ലാഹു നമുക്ക് നൽകും. അല്ലാഹു നമ്മളെ ദുആഇനെ സ്വീകരിക്കും. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ ഖബൂലാക്കണേ അല്ലാഹ്, നീ ഖബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളെ കൊയക്കല്ലേ അല്ലാഹ്, നീ തളർത്തല്ലേ അല്ലാഹ്, ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് നൽകല്ലേ അല്ലാഹ്, ഞങ്ങൾക്ക് പ്രയാസങ്ങൾ നൽകല്ലേ അല്ലാഹ്. ഈ മജ്ലിസിൽ ആത്മാർത്ഥമായിട്ട് 5:30 നമ്മളെ മജ്ലിസിൽ സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് പ്രഭാത നിസ്കാരം കഴിഞ്ഞ് മജ്ലിസിൽ പങ്കെടുക്കുന്നവര് അല്ലാഹുവിനെ സ്വീകരിക്കണം അല്ലാഹ്. ഈ പ്രഭാത സമയമാണല്ലോ മുഅ്മിനീങ്ങളെ നമ്മളെ ബർക്കത്ത് തീരുമാനിക്കുന്നത്, നമ്മളെ റിസ്ക് തീരുമാനിക്കുന്നത്. അന്നത്തെ ദിവസത്തിൽ ഖൈറാണ് നമുക്ക് ലഭിക്കുന്നത്, ശർറാണ്. അല്ലാഹു നമുക്ക് രണ്ടും നമുക്ക് അല്ലാഹു നൽകും. ഖൈറും നൽകും, ഷർറും നൽകും. രണ്ടും നമ്മൾ ഏറ്റെടുക്കണം. അതല്ലേ ഖുനൂത്തിലൂടെ നമ്മൾ പറയുന്നത് വഖിനി ശർറ മാ ഖളൈത്. അല്ലാഹുവിന്റെ ഖളാ ആണ്. അത് ഷർറാണെങ്കിലും ഖൈറാണെങ്കിലും അത് നമ്മൾ സ്വീകരിക്കണം എൻ്റെ മുഅ്മിനീങ്ങളെ. ഇൻഷാ അല്ലാഹ് ഈ പ്രഭാത സമയം അല്ലാഹു നീ ഖബൂലാക്കണേ അല്ലാഹ്, നീ ഖബൂലാക്കണേ അല്ലാഹ്, നീ ഖബൂലാക്കണേ അല്ലാഹ്. ഈ സമയത്ത് ഞങ്ങൾ ചൊല്ലുന്ന ഈ തേട്ടം, ഞങ്ങൾ നിന്നോട് ചെയ്യുന്ന ഈ തേട്ടം നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ ഖബൂലാക്കണേ തമ്പുരാൻ. ഇൻഷാ അല്ലാഹ് നീട്ടിക്കൊണ്ടു പോകുന്നില്ല. നമ്മള് ഫാത്തിഹയിലേക്ക് കടക്കാണ്, ദിക്റിലേക്ക് കടക്കാണ്. അല്ലാഹു നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ തമ്പുരാനെ. إلى حضرة حبيبنا وشفيعنا مصطفى محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا
وسندنا قطب رباني والعوس السمداني ملاذنا الشيخ محي الدين عبد القادر الجيلاني قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا سلطان العارفين أحمد الكبير الرفائي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا أبو الحسن الشاذلي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا فقر الدماء والسلواري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا سلطان الحمد خواجة معين الدين الجستير الأجميري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا إبراهيم بادشاير بدي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا شاه الأمين الناوري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا داود الحكيم الطفيلي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا قطب الزمان السيد علوي المنفرمي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين
آمين آمين وإلى حضرة سيدنا وسندنا قطب الزمان جدي باحسن جبلني كدلندي قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة سيدنا وسندنا سليمان جن قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة سيدنا وسندنا سيما مدوري قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة من ماتوا منا خاصة الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين أرحم الراحمين يا تبراني ഞങ്ങളോദിയ ഫാത്തിഹയെ സ്വീകരിക്കണേ അല്ലാഹ് ഹബീബായ റസൂലുള്ളാഹിന്റെ ഹളറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ് ഞങ്ങൾ വിളിച്ച മഹാന്മാരുടെ ഹളറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ് നിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് ഞങ്ങളെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ് നീ കബൂലാക്കണേ അല്ലാഹ് ഞങ്ങളെ മജ്ലിസിൽ ഇരിക്കുന്നവർക്ക് ധാരാളം മുറാദുകളുണ്ട് അല്ലാഹ് നീ ഹസിലാക്കണേ അല്ലാഹ് വലുതും ചെറുതുമായ എല്ലാ മുറാദും നീ ഹസിലാക്കണേ അല്ലാഹ് അവരുടെ ഉദ്ദേശങ്ങൾ നീ പൂവണിച്ചു കൊടുക്കണേ അല്ലാഹ് ഞങ്ങൾ വിളിച്ച ഫാത്തിഹ നീ സ്വീകരിക്കണേ അല്ലാഹ് നീ കബൂലാക്കണേ അല്ലാഹ് ഇൻഷാ അല്ലാഹ് ദിക്റിന്റെ മജ്ലിസിലേക്ക് നമ്മൾ കടക്കുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി നമ്മൾ ഓരോ ദിക്ർ പറയുന്ന സമയത്ത് അതോടുകൂടി ജദ്ദിദു ഈമാനക്കും വനവ്വിറു ഖുലൂബക്കും വസയ്യിനു അൽസിനതക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹു 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 ലാ ഇലാഹ ഇല്ലല്ലാഹു
റഹ്മാനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഞങ്ങൾ ചൊല്ലിയ തഅലീലിനെ സ്വീകരിക്കണം അല്ലാഹ് ദിക്റിനെ സ്വീകരിക്കണം അല്ലാഹുവേ ഞങ്ങൾ ധാരാളം ആളുകൾ മൗത്തായി പോയി അല്ലാഹ് അവരെ ഖബറിലേക്ക് ഈ തഹ്ലീലിനെ എത്തിക്കണം അല്ലാഹ് ഒരു നൂറാനിയത്തായി ഒരു പ്രകാശമായി അല്ലാഹുവേ നീ എത്തിക്കണം അല്ലാഹ് അല്ലാഹുവേ നീ സ്വീകരിക്കണം അല്ലാഹ് നീ കബൂലാക്കണം അല്ലാഹ് ഞങ്ങളെ പ്രയാസങ്ങൾ നീ മാറ്റി നൽകണം അല്ലാഹ് ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ നീ തീർത്ത് നൽകണം അല്ലാഹ് ഈ മജ്ലിസിൽ ഇരിക്കുന്നവർക്ക് ധാരാളം മുറാദുകളുണ്ട് അല്ലാഹ് നീ ഹസിലാക്കി കൊടുക്കണം അല്ലാഹ് ഈ തഹ്ലീലിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് നീ ഹസിലാക്കി കൊടുക്കണം അല്ലാഹ് നീ ഹസിലാക്കണം അല്ലാഹ് ഞങ്ങൾ നിന്നെ കബൂലാക്കണം അല്ലാഹ് ഞങ്ങൾ നിന്നെ കബൂലാക്കണം അല്ലാഹ് ഇൻഷാ അല്ലാഹ് അടുത്തത് ഒരു 33 പ്രാവശ്യം യാ ഹയ്യു യാ ഖയ്യൂം എല്ലാ പ്രയാസങ്ങളും ഈ ദിക്റിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് മാറട്ടെ എല്ലാ ബുദ്ധിമുട്ടുകളും തീരട്ടെ എല്ലാ പ്രതിസന്ധികളും അല്ലാഹുവേ നീ തരണം ചെയ്യണേ അല്ലാഹ് ഈ ദിക്റിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് മജ്ലിസിൽ ഇരിക്കുന്നവർക്ക് ധാരാളം മുറാദുണ്ട് നീ ഹസിലാക്കണം യാ ഹയ്യു യാ ഖയ്യൂം 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 റഹ്മാനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഈ ദിക്റിനെ സ്വീകരിക്കണം അല്ലാഹ് ഈ ദിക്റിന്റെ ഹക്ക് ബർക്കത്തുണ്ട് അല്ലാഹ് ഞങ്ങളുടെ ഉദ്ദേശം നീ സഫലീകരിക്കണം അല്ലാഹ് മജ്ലിസിൽ ഇരിക്കുന്നവർക്ക് ധാരാളം മുറാദുകളുണ്ട് അല്ലാഹ് നീ ഹസിലാക്കി കൊടുക്കണം അല്ലാഹ് നീ പോണീച്ച് കൊടുക്കണം അല്ലാഹ് ധാരാളം കടങ്ങളിൽ പ്രയാസപ്പെടുന്നവർ മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാഹ് അല്ലാഹുവേ നീ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണം അല്ലാഹ് നീ എളുപ്പമാക്കണം അല്ലാഹ് ലക്ഷക്കണക്കിന് കടമുള്ളവർ കോടിക്കണക്കിന് കടമുള്ളവരുണ്ട് അല്ലാഹ് ഷഹീദിന് പോലും പൊറുക്കാത്ത കടബാധ്യത ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാഹ് നീ നൽകല്ല അല്ലാഹ് ഈ ദിക്റിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ കടങ്ങളെ പരിപൂർണമായി നീ തീർത്ത് നൽകണം അല്ലാഹ് നീ തീർത്ത് നൽകണം അല്ലാഹ് ഇൻഷാ അല്ലാഹ് അടുത്തത് മജ്ലിസിൽ കുറച്ച് ഇസ്തിഗ്ഫാർ ഒരു 33 പ്രാവശ്യം നമ്മളെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ നമ്മളെ മനസ്സിലുള്ള കറകളെ മായ്ച്ചു കളയാൻ ഒരു മഹത്താക്കപ്പെട്ട ഇസ്തിഗ്ഫാർ എല്ലാവർക്കും ചൊല്ലാൻ പറ്റുന്ന ഇസ്തിഗ്ഫാർ أستغفر الله العظيم 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 أستغفر الله
العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم അർഹമർ റഹീമീനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഈ ഇസ്തിഗ്ഫാർ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളെ പാപങ്ങളെ നീ കഴുകി കളയണേ അല്ലാഹ്, ഞങ്ങളെ പാപങ്ങളെ നീ പുറത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ പാപങ്ങളെ നീ കഴുകി ശുദ്ധീകരിക്കണേ അല്ലാഹ്, ശുദ്ധീകരിക്കണേ അല്ലാഹ്. ഈ ഇസ്തിഗ്ഫാറിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് അടുത്തത് മഹത്താക്കപ്പെട്ട ദിക്ർ. എല്ലാവരും എൻ്റെ കൂടെ ഒരു 11 പ്രാവശ്യം ചൊല്ല്. ഒരു തബറുക്കിന് വേണ്ടി ബർക്കത്തിന് വേണ്ടി 11 പ്രാവശ്യം ചൊല്ല്. കൂടുതലൊന്നുമില്ല ഒരു 11 പ്രാവശ്യം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. റഹ്മർ റഹീമീനായ അല്ലാഹ് ഈ മഹത്താക്കപ്പെട്ട ദിക്റിനെ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഇതിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ നീ പൂർണ്ണീച്ച് നൽകണേ അല്ലാഹ്. ധാരാളം മുറാദുകളുള്ളവർ മജ്ലിസിലുണ്ട് അല്ലാഹ്, നീ സഫലീകരിച്ച് കൊടുക്കണേ അല്ലാഹ്. ഒരു വീടില്ലാത്തവര്, വീടിന് കൊതിക്കുന്നവർ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട് അല്ലാഹ്. ഒരു ഹൈറായ ഭവനം നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഒരു കുഞ്ഞിക്കാല് കൊതിക്കുന്നവരുണ്ട് അല്ലാഹ്. അല്ലാഹുവേ സ്വാലിഹത്തായ സ്വാലിഹീങ്ങളായ മക്കളെ നീ കൊടുക്കണേ അല്ലാഹ്. അത് കൺകുളിർമയോടെ കാണാൻ അല്ലാഹു അവർക്ക് ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. നീ തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്. ജോലിയില്ലാത്തവര് മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാഹ്. ഒരു ഹൈറായ ജോലി നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്, നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ബുദ്ധിമുട്ടുകളെ നീ തീർത്ത് നൽകണേ അല്ലാഹ്. പ്രയാസങ്ങളെ നീ അകറ്റി നൽകണേ അല്ലാഹ്. തടസ്സങ്ങളെ നീ തീർത്ത് നൽകണേ അല്ലാഹ്. അടുത്ത ദിക്ർ ഇൻഷാ അല്ലാഹ്. അടുത്ത ദിക്ർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. 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 സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ
ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. റഹ്മാൻ റഹീമീനായ അല്ലാഹ്, ഈ ദിക്ർ നീ സ്വീകരിക്കണം അല്ലാഹ്, നീ കബൂലാക്കണം അല്ലാഹ്. ഞങ്ങളെ പ്രയാസങ്ങൾ നീ മാറ്റി നൽകണം അല്ലാഹ്, ബുദ്ധിമുട്ടുകൾ നീ തീർത്ത് നൽകണം അല്ലാഹ്. ധാരാളം രോഗികൾ മജ്‌ലിസ് കാണുന്നവരുണ്ട് അല്ലാഹ്. അല്ലാഹുവേ, രോഗങ്ങൾ പരിപൂർണമായ ശിഫാ നീ നൽകണം അല്ലാഹ്. ഈ ദിക്റിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് മാരകമായ രോഗങ്ങൾ അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. മാരകമായ ക്യാൻസർ രോഗം നൽകല്ലേ അല്ലാഹ്, ട്യൂമർ നൽകല്ലേ അല്ലാഹ്, അറ്റാക്ക് ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാഹ്. അല്ലാഹുവേ, പേടിപ്പെടുത്തുന്ന ഭീതിപ്പെടുത്തുന്ന രോഗങ്ങളല്ലോ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, നീ നൽകല്ലേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് അടുത്ത ദിക്ർ ഒരു പവർഫുൾ ആയിട്ടുള്ള ദിക്റാണ്. നമ്മളെ കാര്യങ്ങൾ നേടിയെടുക്കാൻ, നമ്മളെ പ്രയാസങ്ങൾ മാറാൻ ഈ ദിക്ർ ചൊല്ലിക്കോ. മഹാന്മാരായ അമ്പിയാക്കൾ ചൊല്ലിയ ദിക്റാണ് ചൊല്ലിക്കോ. പ്രയാസഘട്ടത്തില് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ചൊല്ലിക്കോ. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. 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 റഹ്മാൻ റഹീമീനായ തമ്പുരാനെ, ഈ ദിക്ർ നീ സ്വീകരിക്കണം അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ വല്ലാത്ത പ്രയാസത്തിലാണ് അല്ലാഹ്, അതിൽ നിന്ന് വലിയ കര ഞങ്ങൾക്ക് നീ കാണിക്കണം അല്ലാഹ്. കടത്തിലാണ് അല്ലാഹ്, ധാരാളം വിഷമത്തിലാണ് അല്ലാഹ്, ടെൻഷനിലാണ് അല്ലാഹ്, മാനസിക പ്രയാസത്തിലാണ് അല്ലാഹ്. അല്ലാഹുവേ, പൈശാചികമായ ഉപദ്രവത്തിലാണ് അല്ലാഹ്. അല്ലാഹുവേ, ഇതിനൊക്കെ വലിയ കര അല്ലാഹ് നീ കാണിക്കണം അല്ലാഹ്. ഈ ദിക്റിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് പ്രയാസങ്ങളിൽ നിന്നല്ലാഹ് നീ കരകയറ്റണേ അല്ലാഹ്, നീ കരകയറ്റണേ അല്ലാഹ്, നീ കരകയറ്റണേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് അടുത്തത് മജ്‌ലിസിൽ കുറച്ച് സ്വലാത്തുകൾ നമുക്ക് ചൊല്ലാം. ഹബീബായ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക്, അവിടുത്തെ കരളിന്റെ കഷ്ണമായ മഹദിയായ ഫാത്തിമ ബീവി ചൊല്ലിയ സ്വലാത്ത് എൻ്റെ ഉമ്മമാരെ, എൻ്റെ സഹോദരിമാരെ നിങ്ങൾ ചൊല്ലണേ. മഹദിയായ ഫാത്തിമ ബീവി ചൊല്ലിയ സ്വലാത്ത് ഈ മാസത്തിൽ നിങ്ങൾ ചൊല്ല്, ഈ മാസത്തിൽ നിങ്ങൾ ചൊല്ല്. അല്ലാഹുമ്മ സല്ലി അലൻ നൂരി വഹ്ലി, اللهم صل على النور وهلي، 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 اللهم صل على النور وهلي،
اللهم صل على النور وهلي 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 അർഹമുർറഹീമീനായ അല്ലാഹ് ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിന് ഹബീബായ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ് നീ എത്തിക്കണേ അല്ലാഹ് അതിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ച് നൽകണേ അല്ലാഹ് ഞങ്ങളുടെ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാഹ് നീ ഹാസിലാക്കണേ അല്ലാഹ് അർഹമുർറഹീമീനായ അല്ലാഹ് ധാരാളം സഹോദരിമാർ മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാഹ് മഹദിയായ ഫാത്തിമ ബീവിയോടുകൂടെ അവരെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ അല്ലാഹ് നീ പ്രവേശിപ്പിക്കണേ അല്ലാഹ് ഞങ്ങളെ മജ്ലിസിനെ ഇഷ്ടപ്പെടുന്ന ധാരാളം സഹോദരിമാരുണ്ട് അല്ലാഹ് ഒരു സഹോദരിക്കും അല്ലാഹ് സ്തനർബുദം നീ കൊടുക്കല്ലേ അല്ലാഹ് സ്തനത്തിന്റെ ഭാഗത്ത് മുയവന്ന് കുരുവന്നത് മുറിച്ചു മാറ്റുന്ന അവസ്ഥ അല്ലാഹ് മജ്ലിസ് കാണുന്ന ഒരു സഹോദരിക്കും ഒരു ഉമ്മാക്കും നീ കൊടുക്കല്ലേ നീ കൊടുക്കല്ലോ ഒരു മജ്ലിസിന് ഹൃദയത്തോട് വെച്ച് വെക്കുന്നവരാണ് ഒരു മജ്ലിസ് കണ്ടില്ലെങ്കിൽ തങ്ങള് എന്തായിരുന്നു പ്രയാസം എന്ന് ചോദിക്കുന്നവരാണ് നീ കൊയക്കല്ലോ നീ തളർത്തല്ലോ അവർക്ക് ബുദ്ധിമുട്ടോ അടങ്ങാറോ നീ കൊടുക്കല്ലേ തമ്പുരാനേ. ധാരാളം ദുആവസിയത്തുകളാണ് ഇൻഷാ അല്ലാഹ്. കുറച്ച് ദുആവസിയത്തുകൾ വായിച്ച് ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് തന്നെ നമുക്ക് ദുആയിലേക്ക് കടക്കാം. അല്ലാഹുവിനെ സ്വീകരിക്കണേ അല്ലാഹ്. തങ്ങളെ എൻ്റെ മകൻ ഹിഫ്ളിന് പഠിക്കുകയാണ്. ഇപ്പോൾ ചെറിയൊരു മറവിയുണ്ട്. തങ്ങളുടെ അടുത്ത് വരണമെന്ന് വിചാരിച്ചിരുന്നു. ദൂരം കാരണം വരാൻ പറ്റുന്നില്ല. എൻ്റെ മകന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. എത്രയും പെട്ടെന്ന് ഹാഫിളാവാൻ സ്വാലിഹായ ഒരു മകനാവാൻ ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. അല്ലാഹുവേ പൊന്നുമോൻക്ക് നല്ല ഹിഫ്ള് നീ പ്രദാനം ചെയ്യണം അല്ലാഹ്. നല്ല ഹിഫ്ള് നീ പ്രദാനം ചെയ്യണം അല്ലാഹ്. അല്ലാഹു നല്ലൊരു ഹാഫിളാക്കണം അല്ലാഹ്. നല്ലൊരു ഹാഫിളാക്കണം അല്ലാഹ്. മക്കൾക്ക് ഹൈറായ കല്യാണം പെട്ടെന്ന് ശരിയാവാനും മകന് നീറ്റ് പരീക്ഷയിൽ ഉയർന്ന മാർക്ക് ലഭിക്കാനും സീറ്റ് കിട്ടാനും ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും വർദ്ധിക്കാനും മക്കൾ സ്വാലിഹീങ്ങളായി വളരാനും പ്രത്യേകം ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്. അല്ലാഹുവേ മക്കളെ സ്വാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാഹ്. അവരെ പരീക്ഷയിലും പരീക്ഷണങ്ങളിലും വിജയിപ്പിക്കണേ അല്ലാഹ്. തങ്ങളെ മകൻ ഗൾഫിലാണ്. അവിടെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ ടെസ്റ്റ് നടക്കുന്നുണ്ട്. എത്രയും വേഗത്തിൽ ടെസ്റ്റ് പാസ്സാവാൻ തങ്ങളെ ദുആ ചെയ്യണേ. ഈ മജ്ലിസിൽ വലിയ പ്രതീക്ഷയാണ് ഇൻഷാ അല്ലാഹ്. പ്രതീക്ഷ വെക്കണം. നമ്മളെ പ്രയാസങ്ങൾ ഓരോന്നും എഴുതി അറിയിക്കുമ്പോൾ അത് ആത്മാർത്ഥമായി തങ്ങൾ അത് വായിക്കുന്നു. അതാണ് ഈ മജ്ലിസിന്റെ ഒരു പ്രത്യേകത. കണ്ണീരോടെയാണ് ആമീൻ പറയുന്നത്. അല്ലാഹുവിനെ സ്വീകരിക്കണം അല്ലാഹ്. അല്ലാഹു ആ സഹോദരിയുടെ മകൻക്ക് അല്ലാഹുവേ ഡ്രൈവിംഗ് ലൈസൻസ് എത്രയും പെട്ടെന്ന് അല്ലാഹു കൈകളിൽ എത്തിക്കണം അല്ലാഹ്. പാസ്സാക്കണം അല്ലാഹ്. അല്ലാഹുവേ പരീക്ഷയിലും പരീക്ഷണങ്ങളിലും വിജയിപ്പിക്കണം അല്ലാഹ്. ഇൻഷാ അല്ലാഹ്. ഈ സഹോദരി പറഞ്ഞതുപോലെ ആത്മാർത്ഥമായിട്ട് ഒരിക്കലും കൈവിടാതെ മജ്ലിസിൽ ഇരുന്നോളി ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് എല്ലാ മജ്ലിസിലും നമ്മൾ ദുആ ഉണ്ടാവും. എഴുതി വായിക്കും സമയമില്ലെങ്കിലും ഇൻഷാ അല്ലാഹ് ഉള്ള സമയം വെച്ച് നമ്മൾ ഇൻഷാ അല്ലാഹ് ഓരോ ദുആവസിയത്തുകൾ വായിക്കാറുമുണ്ട്. അല്ലാഹുവിനെ സ്വീകരിക്കണം അല്ലാഹ്. നീ കബൂലാക്കണം അല്ലാഹ്. അവർ ആ സഹോദരിയുടെ തേട്ടത്തെ നീ സ്വീകരിക്കണം അല്ലാഹ്. വിഷമങ്ങളും പ്രയാസങ്ങളും മാറി റാഹത്തിന് വേണ്ടി ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു വിഷമങ്ങളും പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാ ദുആ വസിയത്തോടെ തങ്ങളെ ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യും.
മോന് ഖൈറായ ജോലി വേഗം ശരിയായി കിട്ടാൻ, മറ്റു മുറാദുകൾ ഹസിലാവാൻ ദുആ ചെയ്യണം. അല്ലാഹുവേ പൊന്നുമോൻക്ക് ഖൈറായ ജോലി എത്രയും പെട്ടെന്ന് നീ അടുപ്പിക്കണേ അല്ലാഹ്. കൊച്ചുമോൾക്ക് ഉന്നത വിജയം കിട്ടാൻ ദുആ ചെയ്യണം. അല്ലാഹുവേ അല്ലാഹു വിജയികളിൽ നീ ചേർക്കണേ അല്ലാഹ്. പരീക്ഷയിലും പരീക്ഷണങ്ങളിൽ ആ കൊച്ചുമോൾക്ക് അല്ലാഹ് വിജയം നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. മനസ്സിന് സമാധാനം കിട്ടാൻ ദുആ ചെയ്യണം. അല്ലാഹുവേ മനസ്സിന് നല്ല സമാധാനം നീ കൊടുക്കണേ അല്ലാഹ്. എൻ്റെ മകളുടെ വിവാഹ ജീവിതം വളരെ സങ്കടത്തിലാണ്. ഖൈറായ പരിഹാരം കാണാനും മോളുടെ അസുഖം കംപ്ലീറ്റ് മാറാനും ദുആ ചെയ്യണം തങ്ങളുപ്പ. വളരെ സങ്കടത്തിലാണ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് പൊന്നുമോളുടെ ജീവിതം, വിവാഹ ജീവിതത്തിൽ ഖൈർ നീ പ്രദാനം ചെയ്യണം അല്ലാഹ്. എന്താണ് ഖൈറെങ്കിൽ നീ അടുപ്പിക്കണം അല്ലാഹ്. എന്താണ് ഖൈറെങ്കിൽ നീ അടുപ്പിക്കണം അല്ലാഹ്. എന്താണ് ഖൈറെങ്കിൽ നീ അടുപ്പിക്കണേ തമ്പുരാനെ. എൻ്റെ മോൻ നിസ്കരിക്കാനും ഭർത്താവ് ദിവസങ്ങളായി ഫോൺ വിളിക്കാനും നിങ്ങളെ ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് ഭർത്താവിനെ വിളിക്കാനും സംസാരിക്കാനും ആ പൊന്നുമോൻക്ക് നിസ്കരിക്കാനുള്ള മനസ്സ് നീ കൊടുക്കണേ അല്ലാഹ്. ഉസ്താദ് എൻ്റെ മാരേജ് ശരിയാവാൻ ദുആ ചെയ്യണേ. എനിക്ക് 30 വയസ്സായി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലാണ്, ലാ തഖ്നതു റഹ്മത്തിൽ, അല്ലാഹുവിന്റെ റഹ്മത്തിൽ ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടരുത്. നിങ്ങൾ ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തുകൾ അറിയിച്ചുകൊണ്ടേയിരിക്കുക. അവർക്ക് വേണ്ടി വീണ്ടും വീണ്ടും നമ്മൾ ദുആ ചെയ്യും. ഈ സഹോദരി അങ്ങനെ ഇൻഷാ അല്ലാഹ് എല്ലാ മജ്ലിസിലും നിങ്ങൾ കാണുന്നതാണ് ഈ ദുആ വസിയത്ത്. അവരിങ്ങനെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ അവർക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടേയിരിക്കും. ഒരിക്കലും ഇൻഷാ അല്ലാഹ് ഒരു ഖൈറായ ഒരു കാര്യം അവർക്ക് അടുക്കും. അല്ലാഹുവിനെ അടുപ്പിക്കണേ അല്ലാഹ്. എൻ്റെ മോൻക്ക് മാനസിക വിഷമത്തിലാണ് ഉസ്താദേ, ദുആയിൽ ഉൾപ്പെടുത്തണേ ഇൻഷാ അല്ലാഹ്. മാനസിക പ്രതിസന്ധി മാറ്റി കൊടുക്കണേ അല്ലാഹ്. ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. പൊന്നുമ്മാക്ക് ഖൈർ നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. എൻ്റെ മോന് 33 വയസ്സായി. ഖൈറായി വിവാഹം റാഹത്തായി പെട്ടെന്ന് നടക്കാൻ ദുആ ചെയ്യണം അല്ലാഹുവേ. ഒരു ഇണയെ നീ അടുപ്പിക്കണേ അല്ലാഹ്. മക്കൾ നന്നാവാനും കടങ്ങൾ വീടാനും ദുആ ചെയ്യണം അല്ലാഹുവേ. മക്കളെ നീ സ്വാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാഹ്. എന്ത് ഭാരിച്ച കടമാണെങ്കിലും വീട്ടിൽ കൊടുക്കണേ അല്ലാഹ്. ഇത് വായിച്ചിട്ട് തിരിയുന്നില്ല ഇൻഷാ അല്ലാഹ്. തിരിയുന്ന രൂപത്തിൽ നമുക്ക് വായിക്കാം ഇൻഷാ അല്ലാഹ്. പേരക്കുട്ടികൾക്ക് നെഞ്ചുരോഗം എന്നായിരിക്കും എഴുതിയിട്ടുള്ളത്. ഇല്ലാതിരിക്കാനും പേരക്കുട്ടിക്ക് ആർട്ട് ഓപ്പറേഷൻ മാറാനും ബുദ്ധിയും ഓർമ്മയും ഓർമ്മശക്തി ലഭിക്കാൻ തങ്ങളെ ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു എന്ത് അസുഖമാണെങ്കിലും നീ പരിപൂർണ ആജിലായ കാമിലായ ശിഫാ നീ പ്രദാനം ചെയ്യണം. ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. മോന്റെ ഇഖാമ പുതുക്കാൻ ദുആ ചെയ്യണേ ഇൻഷാ അല്ലാഹ്. പുതുക്കാനുള്ള മനസ്സവർക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. പഴയ വീട് പൊളിക്കാതെ കയറ്റാൻ മകന് മനസ്സ് കൊടുക്കാൻ ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. മകന് ജോലിയാവാനും വലിയ മകന് വീടുണ്ടാവാനും ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. കടം വീടാൻ തങ്ങളെ ദുആ ചെയ്യണം. മകന് കടങ്ങൾ വീടാൻ ദുആ ചെയ്യണം അല്ലാഹു. എത്ര ഭാരിച്ച കടമാണെങ്കിലും വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാഹ്. കടങ്ങളിൽ പ്രയാസപ്പെടുന്നവർ, വീട് പണി പൂർത്തീകരിക്കാൻ മക്കളില്ലാത്തവർ, ധാരാളം ആളുകൾ അങ്ങനെ വലിയ പ്രയാസം പറഞ്ഞുകൊണ്ട് ദുആ വസിയത്തുകൾ അറിയിച്ചിട്ടുണ്ട്. കല്യാണക്കാരും റെഡിയാവാൻ ഇൻഷാ അല്ലാഹ്, ജോലി റെഡിയാവാൻ, പരീക്ഷയിൽ വിജയിക്കാൻ, അങ്ങനെ ധാരാളം ദുആ വസിയത്തുകൾ ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആ ചെയ്യും. അല്ലാഹുവേ എല്ലാവരുടെയും പ്രയാസം നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. ബുദ്ധിമുട്ടുകൾ നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. മനസ്സമാധാനം നീ കൊടുക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി ആമീൻ പറയും. ഇഖ്ലാസോടുകൂടി ആമീൻ പറയും. അല്ലാഹു നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ കബൂലാക്കണേ അല്ലാഹ്. آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. يا رحمن يا الله يا
ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا معين يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا رافع يا الله يا مذل يا الله يا سميع يا الله يا ذا الجلال والإكرام يا الله حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير يا ودود يا ودود يا ودود يا الله أرحم الراحمين يا രാജാതി രാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ് നീ കബൂൽ ചെയ്യണേ അല്ലാഹ് അർഹമർ റഹീമീനായ തമ്പുരാനെ അടിമകളായ ഞങ്ങൾ യജമാനനായി നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ ഹൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ് നീ ഹൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ് നീ ഹൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ് ഞങ്ങളെ ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ് ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ് ഹസദില്ലാത്ത കിബ്റില്ലാത്ത നല്ല സംശുദ്ധമായ ഹൃദയങ്ങളാക്കണേ അല്ലാഹ് ഹൃദയങ്ങളാക്കണേ തമ്പുരാനെ ഈ പവിത്രമാക്കപ്പെട്ട ദിനത്തിൽ അല്ലാഹ് ഞങ്ങളിതാ നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ് നീ കബൂലാക്കണേ അല്ലാഹ് ഞങ്ങളുടെ ദുആക്ക് നീ ഉത്തരം നൽകണേ അല്ലാഹ് ഉത്തരം നൽകണേ തമ്പുരാനെ ഞങ്ങളെ മജ്ലിസിൽ ഞങ്ങൾ ചൊല്ലിയ ദിക്റുകളെ നീ സ്വീകരിക്കണേ അല്ലാഹ് നീ കബൂലാക്കണേ അല്ലാഹ് ധാരാളം മുറാദുകൾ അവർ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട് അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ് നീ കബൂലാക്കണേ അല്ലാഹ് ഈ ദിവസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് മാസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളിൽ കഴിഞ്ഞു പോയ മാസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ അവരെ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാഹ് അവരുടെ ഉദ്ദേശങ്ങളെ നീ സഫലീകരിച്ച് നൽകണേ അല്ലാഹ് ധാരാളം മുറാദുള്ളവർ തങ്ങളെ ദുആ ചെയ്യണേ മജ്ലിസിൽ പ്രത്യേകമായി ദുആ ചെയ്യണേ എന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ് അവരെ മുറാദ് അല്ലാഹ് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാമല്ലോ തമ്പുരാനെ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ് നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ് നമ്മളെ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവര് എൻ്റെ സഹോദരിമാര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ് ഭർത്താക്കന്മാരെ കാര്യം പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എൻ്റെ സഹോദരിമാരുണ്ട് അല്ലാഹ് ഭർത്താക്കന്മാരെ നന്നാക്കണേ അല്ലാഹ് അല്ലാഹു അവർക്ക് ഹൈറായ ജോലി കൊടുക്കണേ അല്ലാഹ് ജോലി ഉള്ളവർക്ക് അല്ലാഹ് അതിൽ വലിയ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ് അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ് അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ് അല്ലാഹു അവരെ ദുശീലങ്ങളെ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ് അവരെ സ്വഭാവങ്ങളെ നീ നന്നാക്കണേ അല്ലാഹ് അവരെ ജീവിതത്തിൽ ഐക്യം നീ പ്രദാനം ചെയ്യണേ അല്ലാഹ് റാഹത്തോടുകൂടി മനസ്സമാധാനത്തോടുകൂടി മരണം വരെ ജീവിക്കാൻ അവർക്ക് ഭാഗ്യം കൊടുക്കണേ അല്ലാഹ് മക്കളെ കാര്യം പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എൻ്റെ സഹോദരിമാരുണ്ട് അല്ലാഹ് എൻ്റെ സഹോദരന്മാരുണ്ട് അല്ലാഹ് മക്കളെ നന്നാക്കണേ അല്ലാഹ് റൗഡികളും തമ്മാടികളും ആക്കല്ലേ അല്ലാഹ് ലഹരിക്കടിമപ്പെടുന്ന മക്കളാക്കി ഞങ്ങളെ മക്കളെ മാറ്റല്ലേ അല്ലാഹ് മക്കളെ കാരണത്താൽ കണ്ണീര് വാർക്കേണ്ട ഒരവസ്ഥ അല്ലാഹുവേ ഈ മജ്ലിസ് കാണുന്ന ഒരു മാതാപിതാക്കൾക്കും അല്ലാഹുവേ നീ കൊടുക്കല്ലേ അല്ലാഹ് നീ കൊടുക്കല്ലേ അല്ലാഹ് റൗഡികളാക്കല്ലേ അല്ലാഹ് തമ്മാടികളാക്കല്ലേ അല്ലാഹ് വീടിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഉപകരിക്കുന്ന നല്ല സ്വാലിഹീങ്ങളായ മക്കളെയാക്കണേ അല്ലാഹ് മക്കളാക്കണേ അല്ലാഹ് മക്കളാക്കണേ അല്ലാഹ് കടമാണ് തങ്ങളെ വലിയ പ്രയാസത്തിലാണ് തങ്ങളെ ലക്ഷക്കണക്കിന് കടമുണ്ട് കോടിക്കണക്കിന് കടമുണ്ട് തങ്ങളെ ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ് ഈ നല്ല ഒരു ദിവസത്തിൽ അല്ലാഹ് സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ ഉയർത്തുന്ന കരങ്ങളെ അല്ലാഹ് നീ തട്ടി മാറ്റല്ലേ അല്ലാഹ് അവരെ കടങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാഹ് അല്ലാഹു ലക്ഷക്കണക്കിന് കടമുണ്ടെങ്കിലും കോടിക്കണക്കിന് കടമുണ്ടെങ്കിലും അല്ലാഹുവേ തീർക്കാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാഹ് ഷഹീദിന് പോലും പൊറുക്കാത്ത കടബാധ്യത അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകണേ
നൽകല്ല അല്ലാ, നീ നൽകല്ല അല്ലാ. ഞങ്ങളെ കണ്ണടയുന്നതിന് മുമ്പ് കടങ്ങൾ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാ, നീ എളുപ്പമാക്കണേ തമ്പുരാനെ. ഒരു വീടില്ല തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാ. ഹൈറായ ഭവനം നീ പ്രദാനം ചെയ്യണേ അല്ലാ, ഹൈറായ ഭവനം നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ തമ്പുരാനെ, മക്കളെ കാര്യം പറഞ്ഞുകൊണ്ട് അവരെ വിവാഹ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ഒരു ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാ, സ്വലീഹീങ്ങളായ ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാ, നീ അടുപ്പിച്ച് കൊടുക്കണേ അല്ലാ. അവരുടെ ജോലി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രയാസം പറഞ്ഞു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ഹൈറായ ജോലി മക്കൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാ. വിസിറ്റിങ്ങിന് പോയതാണ് തങ്ങളെ, 3-4 മാസമായി റൂമിലാണ്. CV ധാരാളം ഓഫീസുകളിൽ കൊടുത്തു, ഒരു വിളിയുമില്ല തങ്ങളെ. ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാ, സങ്കടം പറഞ്ഞവരുണ്ട് അല്ലാ. മക്കൾക്ക് ഹൈറായ ജോലി നീ പ്രദാനം ചെയ്യണേ അല്ലാ, നീ പ്രദാനം ചെയ്യണേ അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാ, ഞങ്ങളെ നന്നാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ നല്ല മനസ്സ് നീ നൽകണേ അല്ലാ. ധാരാളം രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. രോഗങ്ങളെ നീ പരിപൂർണമായി ശിഫാ നീ നൽകണേ അല്ലാ. മാരകമായ ക്യാൻസർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, ട്യൂമർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, അറ്റാക്ക് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. അല്ലാഹുവേ, നിത്യ രോഗികളാക്കി ഞങ്ങളെ മാറ്റല്ലേ അല്ലാ. പ്രഷർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, പ്രമേഹം ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. അല്ലാഹുവേ, കൊളസ്ട്രോൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. ഊരവേദനയിൽ പ്രയാസപ്പെടുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ, നീ ശിഫാ പ്രദാനം ചെയ്യണേ അല്ലാ. കാൽവേദനയിൽ പ്രയാസപ്പെടുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. അല്ലാഹുവേ, നീ പരിപൂർണമായി ശിഫാ നീ പ്രദാനം ചെയ്യണേ അല്ലാ. കിഡ്നി സംബന്ധമായ രോഗികള്, ലിവർ സംബന്ധമായ രോഗികള്, വയറ് സംബന്ധമായ രോഗികള്, ഹൃദയ സംബന്ധമായ രോഗികള്, അല്ലാഹുവേ, തല സംബന്ധമായ രോഗികള്, കാത് സംബന്ധമായ രോഗികള്, കൺ സംബന്ധമായ രോഗികള്, അല്ലാഹുവേ, നീ പരിപൂർണ ശിഫാ പ്രദാനം ചെയ്യണേ അല്ലാ. മൈഗ്രീന്റെ തലവേദനയിൽ പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ, നീ പരിപൂർണ ശിഫാ നീ പ്രദാനം ചെയ്യണേ അല്ലാ. കൺകാഴ്ച മങ്ങി വരുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ, കാഴ്ച ശക്തി നീ പ്രദാനം ചെയ്യണേ അല്ലാ. കേൾവി ശക്തി കുറഞ്ഞു വരുന്നവരുണ്ട് അല്ലാ, അല്ലാഹുവേ, കേൾവി ശക്തി നീ പ്രദാനം ചെയ്യണേ അല്ലാ. ഞങ്ങളെ ശരീരത്തിൽ അല്ലാ ഒരു രോഗവും നീ നൽകല്ലേ അല്ലാ, നീ നൽകല്ലേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ സമ്പാദിച്ച സമ്പത്ത് മുഴുവൻ ഹോസ്പിറ്റലിൽ പോയി കൊണ്ടുപോയി കെട്ടിവെക്കേണ്ട അസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, നീ നൽകല്ലേ അല്ലാ, നീ നൽകല്ലേ അല്ലാ. മൂത്രത്തിന് പൈപ്പിട്ട്, കാഷ്ടത്തിന് പൈപ്പിട്ട്, ഭക്ഷണത്തിന് പൈപ്പിട്ട് ഒരു മൂലയിൽ കിടക്കേണ്ട അസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, നീ നൽകല്ലേ തമ്പുരാനെ. മരണം ഹൈറാകുന്ന സമയത്ത് എല്ലാവരുടെ സാന്നിധ്യത്തിൽ നല്ലത് ചൊല്ലിപ്പറഞ്ഞു മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാ, ഞങ്ങളെ ചേർക്കണേ അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാ, ധാരാളം പ്രവാസികളെ ഞങ്ങളെ മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാ, ഞങ്ങളെ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവരുണ്ട് അല്ലാ, മജ്ലിസിലേക്ക് സഹായിക്കുന്നവരുണ്ട് അല്ലാ, സഹകരിക്കുന്ന പ്രവാസികളുണ്ട് അല്ലാ. എൻ്റെ പ്രവാസികളെ നീ കൊയക്കല്ല അല്ലാ, നീ തളർത്തല്ല അല്ലാ, അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാ, അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ല അല്ലാ. അവിടുന്ന് മരണപ്പെട്ട് പെട്ടീനാക്കി ജനാസ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന അവസ്ഥ ഒരു പ്രവാസിക്ക് നീ കൊടുക്കല്ല അല്ലാ. അല്ലാഹുവേ, ആമീൻ പറയുന്ന ഒരു ആമീൻ പറയുന്ന പ്രവാസികളുടെ ഭാര്യമാരുണ്ട് അല്ലാ, അവർക്ക് കൊടുക്കല്ല അല്ലാ, നീ കൊടുക്കല്ല തമ്പുരാനെ. തനാസുൽ മാറി കിട്ടിയിട്ടില്ല തങ്ങളെ, ഇഖാമ റെഡിയായിട്ടില്ല, ദുആസിനെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ, ആ പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണം അല്ലാ. ഞങ്ങൾക്ക് റാഹത്ത് നീ പ്രദാനം
പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ ധാരാളം ദ്വീപിലുള്ള എൻ്റെ സഹോദരന്മാർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. എൻ്റെ ദ്വീപുകാരൻ നീ കൊയക്കല്ല അല്ലാ, നീ തളർത്തല്ല അല്ലാ, അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാ, അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ല അല്ലാ. ഞങ്ങളുമായി അഭേദ്യമായ ബന്ധമുള്ളവരാണ് ദ്വീപുകാർ, അവരെ കൊയക്കല്ല അല്ലാ, നീ തളർത്തല്ല തമ്പുരാനെ. ധാരാളം ആളുകൾ മജ്ലിസ് അല്ലാ, ഒരു മജ്ലിസ് പോലും മുടക്കാത്തവരുണ്ട് അല്ലാ, അവരെ നീ കൊയക്കല്ല അല്ലാ, അവർക്ക് പ്രയാസം കൊടുക്കല്ല അല്ലാ, അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലുന്ന ദിക്റിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് അവരെ കടങ്ങളെ നീ വീട്ടി കൊടുക്കണമല്ലാ, അവരെ പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണമല്ലാ, അവരെ മുസീബത്തുകളെ നീ തീർത്ത് സലാമത്തവർക്ക് നീ പ്രദാനം ചെയ്യണമല്ലാ. ഞങ്ങൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് അല്ലാ, ആക്സിഡന്റ് അപകട മരണങ്ങളല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ. നടുറോട്ടിൽ നിന്ന് പെറുക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിനെ നീ മാറ്റല്ല അല്ലാ, നീ മാറ്റല്ല തമ്പുരാനെ. ധാരാളം സഹോദരിമാരിന്റെ സഹോദരന്മാര് കമന്റ് ബോക്സിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. എല്ലാ മജ്ലിസിന്റെ അടിയിലും കമന്റ് ബോക്സിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. അവരെ മുറാദിനെ നീ ഹാസിലാക്കണേ അല്ലാ, അവരുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാ, അവരുടെ പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ അവർക്കും ഞങ്ങൾക്കും നീ റാഹത്ത് പ്രദാനം ചെയ്യണേ അല്ലാ, ഐശ്വര്യം ഞങ്ങളുടെ ജീവിതത്തിൽ നിറക്കണേ അല്ലാ. ധാരാളം ആളുകൾ ഞങ്ങൾ ഇന്ന് മൗത്തായി പോയി അല്ലാ. ഞങ്ങളെ മജ്ലിസ് കണ്ടുകൊണ്ടിരുന്നവര്, കഴിഞ്ഞ വർഷം നമ്മളെ മജ്ലിസിൽ പങ്കെടുത്തവര് ഇന്ന് ഖബറിലാണ് അല്ലാ, 6 അടി മണ്ണിലാണ് തമ്പുരാനെ. അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ, അവരെ ഖബറിടം നീ റാഹത്തിലാക്കണേ അല്ലാ, സ്വർഗ സന്തോഷപൂരിതമാക്കണേ അല്ലാ. സ്വർഗത്തിൽ നിന്നൊരു ഫിറാശ് അവരെ ഖബറിലേക്ക് നീ വിരിപ്പിച്ചിട്ട് കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ 10 മാസം നൊന്ത് പ്രസവിച്ച് മാറോടണച്ച അമ്മിഞ്ഞ പാല് തന്ന പൊന്നാര പൊന്നുമ്മ ഇന്ന് ഖബറിലാണ് അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലുന്ന എല്ലാ ദിക്റുകളും പൊന്നുമ്മാന്റെ ഖബറിലേക്ക് ഇതിന്റെ മിസ്ല സവാബ് നീ എത്തിക്കണേ അല്ലാ, നീ എത്തിക്കണേ അല്ലാ. ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, ഉമ്മാക്ക് മാപ്പ് ചെയ്യണേ അല്ലാ. അല്ലാഹുവേ ഉമ്മ ചെയ്ത ജീവിതകാലത്ത് ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ, ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ ഈ നിലയിലാവാൻ വേണ്ടി മെഴുകുതിരി ഒരുക്കി തീർന്നതുപോലെ ഒരുക്കി തീർന്ന പൊന്നാര പൊന്നുപ്പ ഇന്ന് ഖബറിലാണ് അല്ലാ. ഉപ്പ ഇന്ന് ഖബറിലാണ് തമ്പുരാനെ. ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, ഉപ്പ ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ, ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ. ഉപ്പാന്റെ ഖബർ കണ്ടെത്താ ദൂരത്തോളം നീ വിശാല നൽകണേ അല്ലാ, വിശാല നൽകണേ അല്ലാ, വിശാല നൽകണേ തമ്പുരാനെ. റഹ്മുർ റഹീമീനായ അല്ലാ, ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും അതുപോലെ മൗത്താകുമല്ലോ. നിങ്ങളെ വീടിന്റെ ഇമ്മരപ്പടിയിൽ ഉണക്കക്കെട്ടിൽ ഞങ്ങളെ മലർത്തി അങ്ങ് കെടുത്തുമല്ലോ. ഈ താടി തലയിലേക്ക് കെട്ടപ്പെടും, മൂക്കില് പഞ്ഞി തിരുകപ്പെടുമല്ലോ. ആ സമയത്ത് മുഖത്തീമാനിന്റെ പ്രഭ നൽകണമല്ലോ, മുഖത്തീമാനിന്റെ പ്രഭ നൽകണമല്ലോ, മുഖത്തീമാനിന്റെ പ്രഭ നൽകണമല്ലോ. ഞങ്ങളെ ജനാസയും ചുമന്ന് വയ്യോരങ്ങളിലൂടെ കൊണ്ടുപോകുന്ന സമയത്ത് ഖദ്ദിമൂനിയെ ഖദ്ദിമൂനി എന്ന് പറയുന്ന ജനാസകളിൽ ഞങ്ങളെ ജനാസയെ ചേർക്കണമല്ലോ, ഞങ്ങളെ ജനാസയെ ചേർക്കണമല്ലോ, ഞങ്ങളെ ജനാസയെ ചേർക്കണേ തമ്പുരാനെ. ഊരക്ക് മുണ്ടിട്ട് ഞങ്ങളെ ഖബറിലേക്ക് ഇറക്കി വെക്കും, ഈ കവിള് മണ്ണിനോട് ചേർക്കപ്പെടുമല്ലോ. ഖബറിൽ രക്ഷ നൽകണമല്ലോ, എന്റെ മലാക്കന്മാരുടെ സഹായം ഖബറിൽ നൽകണമല്ലോ, നീ നൽകണമല്ലോ. തേളുകൾക്കും പാമ്പുകൾക്കും പുഴുക്കൾക്കും പകരം ഞങ്ങൾ ചെയ്ത അമാലുകളെ കൂട്ടാളിയാക്കണമല്ലോ, അമാലുകളെ കൂട്ടാളിയാക്കണേ തമ്പുരാനെ. റഹ്മുർ റഹീമീനായ അല്ലാഹ്, ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകരങ്ങളിൽ നിന്നും ഹൗദുൽ കൗസർ കുടിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്, ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്.
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൃക്കല്യാണം രണ്ട് കണ്ണുകൊണ്ട് കാണാൻ ഏറ്റവും ഉദവി നൽകണേ അല്ലാഹ്, ഏറ്റവും ഉദവി നൽകണേ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരി ശൈത്താൻ വമിൻ ളുൽമി സുൽത്താൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.